നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവം കൂടി ഉണ്ട്. ഇതും കൂടി ഇതിന്റെ കൂടെ ഫ്രീ ഉണ്ട് കേട്ടോ. ഫ്രീ ആണ്, എല്ലാം ഫ്രീ ഫ്രീ ഫ്രീ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ നമ്മൾ വന്നിരിക്കുന്നത് വേലൻ കഫേ ആണ്. താഴത്ത് കാണുന്നത് അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. നല്ലൊരു സിറ്റി ഏരിയ ആണ്. ഗാന്ധി നഗറിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് 2 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇവിടേക്ക് വന്നിട്ടുള്ള ഫസ്റ്റ് ടൈം. പക്ഷേ ഇതിന് മുന്നും ഇവരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ ആണെന്ന് മാത്രം, അവരുടെ ബ്രാഞ്ചാണത്. പേര് വരുന്നത് RRR, റൈറ്റ് റിയൽ റിവാർഡ്. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് ആദ്യമേ തൊട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു എംബ്രോയ്ഡറി മെഷീൻ സെയിൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ്, അവരുടെ ഒരു ബ്രാഞ്ചാണ് കേട്ടോ. അപ്പോൾ കോയമ്പത്തൂരാണ്. ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി ചോദിച്ചറിയാം. വരൂ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സർ. ഹായ് സർ. ഹായ്, നമസ്കാരം. നമസ്കാരം. എന്താ പേര്? പെരിയസ്വാമി. പെരിയസ്വാമി. അപ്പൊ കോയമ്പത്തൂർക്കാരൻ? കോയമ്പത്തൂർക്കാരൻ. അപ്പൊ ഇവിടെ ഈ റൈറ്റ് റിയൽ റിവൽ ബാംഗ്ലൂരിലപ്പോ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ബ്രാഞ്ചാണ്? അവിടുത്തെ ബ്രാഞ്ച് ഇവിടെ തമിഴ്നാട്ടില് 4 ബ്രാഞ്ച് ഉണ്ട്. അതിൽ കോയമ്പത്തൂർക്ക് തമിഴ്നാട്ടില് 4 ബ്രാഞ്ച് ഉണ്ട്. വാവ്. അവിടെ എവിടേക്കാ? ചെന്നൈ, സേലം, മധുരൈ, കോയമ്പത്തൂർ. അത് കൂടാണ്ട് പിന്നെ ഹൈദരാബാദ്, ബാംഗ്ലൂർ, പിന്നെ പൂനെ. ഇനി കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ കേട്ടൂല? കേരളത്തിൽ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. വെയിറ്റിംഗ് ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ റൈറ്റ് റിയൽ റിവാർഡ് RRR എംബ്രോയ്ഡറി മെഷീൻ സെയിൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ നമ്മൾ ഡിസ്പ്ലേ സെക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ സ്റ്റോക്ക് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എവിടേക്കാന്ന് വെച്ചാൽ അവിടേക്ക് എത്തിച്ചു കൊടുക്കും അല്ലേ, ഓർഡർ ചെയ്യണം. അപ്പൊ ഇപ്പൊ ഇവിടെ ഒരു മെഷീൻ മാത്രമേ ഉള്ളൂ. ഇത് കൂടാണ്ട് എത്ര തരം മെഷീൻസ് ഉണ്ട്, എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. അപ്പൊ ഈ ഒരു മെഷീൻ എന്താണ്? ഈ മെഷീൻ ഇത് മെഷീൻ വന്ന് ഓട്ടോമാറ്റിക് എംബ്രോയ്ഡറി മെഷീൻ, സിംഗിൾ ഹെഡ് ആണ്. ഇതിൽ 12 നീഡിൽ ഉണ്ട്. ഇതാണ് 12 നീഡിൽ. അപ്പൊ അതിന് 12 ഡിഫറെന്റ് കളേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പൊ 12 ഡിഫറെന്റ് കളർ ത്രെഡ് നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ബ്ലൗസിന്റെ ബാക്ക് സൈഡോ അല്ലെങ്കിൽ സാരിയുടെ ഫ്രണ്ട് സൈഡോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എവിടെയൊക്കെ എംബ്രോയ്ഡറി ആവശ്യം എന്ന് വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോ അത് കാണുമ്പോൾ എന്തോ വലിയ സംഭവം. ഇത് എങ്ങനെയാണ് ഈസിയായി ഹാൻഡിൽ ചെയ്യலாம். ഇത് ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യാം. നമ്മളൊരു മൊബൈൽ ഫോൺ, ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യണ അത്രേ ബുദ്ധിമുട്ടുള്ളൂ. അപ്പൊ ടച്ച് ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇതൊരു വലിയ ടച്ച് ഫോണാണ്. ഇതിലെങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ? ഇതില് ഒരു 4 ഓപ്ഷൻ ഉണ്ട് മേഡം. അതിൽ ഫസ്റ്റ് ഡിസൈൻ എടുക്കാം. ഇത് 4 ഓപ്ഷൻ ബാക്ക് അടിച്ചത് ഇതാണ് 1 2 3 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒരെണ്ണം പെൻ ഡ്രൈവിന്റെ ഓപ്ഷൻ വരുന്നത്, സെക്കൻഡ് ഓപ്ഷൻ ഡിസൈൻ. ഓക്കെ. തേർഡ് ഓപ്ഷൻ കളർ ചൂസിങ്. ഓക്കെ. ഫോർത്ത് ഓപ്ഷൻ റെഡി. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ വെച്ച് തുടങ്ങാം നമുക്ക്. ഇത് അല്ലേ ഫസ്റ്റ് ഓപ്ഷനിൽ ഡിസൈൻ എടുക്കാം. പെൻ ഡ്രൈവ് ചൂസ് ചെയ്യണം. അതിനെക്കുറിച്ചുകൂടി പറയട്ടെ, ഒന്നും ബാക്ക് അടിച്ച് പഠിക്കാൻ. പെൻ ഡ്രൈവ് ചൂസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ പെൻ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മെഷീന്റെ കൂടെ ഈ പെൻ ഡ്രൈവ് നമുക്ക് പെൻ ഡ്രൈവ് പ്ലസ് 3000 ഡിസൈൻസ് ഞങ്ങൾ കൊടുക്കും. നിങ്ങൾ തന്നെ ഡിസൈൻസ് ഏതാ വേണ്ടെന്ന് വെച്ചാൽ അതിൽ 3000 ഡിസൈൻസ് ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പെൻ ഡ്രൈവ് ഇതിൽ കൂടാം. അപ്പോൾ അത് ഫ്രീ ആണ് കേട്ടോ. പെൻ ഡ്രൈവ് ഫ്രീ. അപ്പൊ ഇത് കൂടാണ്ട് നമുക്ക് വേറെ നമ്മുടേതായിട്ടുള്ള ഡിസൈൻസ് പെൻ ഡ്രൈവിലാക്കി തന്നെ അതും ആക്കി തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഓൾറെഡി 3000 ഡിസൈൻസ് ഈ ഒരു പെൻ ഡ്രൈവിലുണ്ട്. ഇത് കുത്തി കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരാം അല്ലേ? എന്താ കുത്തി ഓൺ ആക്കി അപ്പോൾ ഇതിൽ ടച്ച് ചെയ്തിട്ട് ഡിസൈൻ എടുക്കാം. ഏതോ ഒരു ഡിസൈൻസ് എടുത്തിട്ട് കോപ്പി ചെയ്യും. ഓ, അടിപൊളി അല്ലേ? അപ്പൊ ആ ഡിസൈൻ സെയിം അതാണ് ഇവിടെ വർക്ക് ആയിക്കൊണ്ടിരിക്കുക, അങ്ങനെ അല്ലേ? ഈ ഡിസൈൻ ഇപ്പൊ എടുത്തിട്ടുണ്ട്. ഇത് ഡെമോ ചെക്ക് ചെയ്തുകൊള്ളാം. ഓക്കെ. അപ്പൊ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ ഡ്രസ്സിലും കാണാൻ പറ്റും, അങ്ങനെയാണ് അല്ലേ? അപ്പൊ ഇത് ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ചൂസ് ചെയ്തത്. ഓക്കെ. ഇത് സ്പീഡ് സെറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും അല്ലേ? സ്പീഡിൽ നോക്കിക്കൊള്ളാം. അപ്പൊ ഇങ്ങനെയാണ് ഇത് ഡെമോ ഡിസൈൻ എവിടേക്ക് വന്നാണ് ഡിസൈൻ ഡെമോ പാത്തു. ഓക്കെ. ഇങ്ങനെയാണ് സ്റ്റിച്ചിങ് വരുന്നതെന്നുള്ളത് കാണിക്കുന്നു അല്ലേ? ഓക്കെ. അപ്പൊ ഇനി ഫസ്റ്റ് ഓപ്ഷൻ ഇതില് നമുക്ക് കളേഴ്സും ആഡ് ചെയ്യാൻ പറ്റും. 12 കളേഴ്സ് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആ 12 കളേഴ്സ് എവിടെയാണ് ലോഡ് ചെയ്യേണ്ടത്? നമുക്ക് ആ ത്രെഡ് ഈ ത്രെഡ് ഇപ്പുറത്തെ സൈഡിൽ ബാക്കിലല്ലേ? ബാക്കിലെ ത്രെഡ് ഇത് ലോഡ് ചെയ്തുകൊള്ളാം. ഫാന് എല്ലാം ഫാന് വർക്ക് ഉണ്ടിട്ട് ഇത് ഓൺ ആവുള്ളൂ. ഫാൻ ഓടണം, എന്നാൽ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ. ഓക്കെ. അപ്പൊ ഇവിടെയാണ് നമുക്ക് ത്രെഡും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്യേണ്ടത്. അങ്ങനെ 12 കളേഴ്സിന്റെ ത്രെഡ് നമുക്ക് ഇതിൽ ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇത് കൂടാണ്ട് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്നാണ് നൂല് കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്.
ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്താ വരുന്നത്? സെക്കൻഡ് ഓപ്ഷൻ ഡിസൈൻ എടുക്കാം. ഇതിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യില്ല. ഓ, പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എങ്ങനെ വേണോ അതിന്റെ സൈസസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. സൈസസ് வந்து ഇത് x y 150 120. ഓക്കെ ഓക്കെ. ഇത് വീതി കൂട്ടണതോ കുറയ്ക്കണതോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ ഓക്കെ. ആ ഫോർത്ത് തേർഡ് ഓപ്ഷൻ കളർ ചൂസിങ്. 5 കളേഴ്സ് ഡിസൈൻ. അതിൽ ഏത് കളർ വേണമെന്ന് വെച്ചാൽ ഇപ്പോൾ 5 കളറാണ് നമ്മൾ ഇതിൽ ചൂസ് ചെയ്തിരിക്കുന്നത്. 12 കളർ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എത്ര കളർ വേണമെങ്കിലും അതിൻ്റെ ഡിസൈൻസ് ആണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് മൊത്തം. അപ്പം ഇങ്ങനെ ഒരു ഡിസൈനാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇപ്പം ഇതിൽ ഏതൊക്കെ തരം തുണികൾ യൂസ് ചെയ്യാൻ പറ്റും? എന്ത് തുണി വേണോ യൂസ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ സിൽക്ക് ആയാലും കോട്ടൺ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ കുറച്ച് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ ഡിസ്പ്ലേ ആണ് കേട്ടോ കാണുന്നത്. ഇവിടെ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ റോ സിൽക്കിലും ഇതിലൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ ഡിസ്പ്ലേ ആണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. അങ്ങനെ കുറച്ച് നമുക്ക് പിന്നെ ഈ മുകളിൽ ഗാന്ധിജി അപ്പൊ അത് പിക്ചർ അല്ല എംബ്രോയിഡറി ആണ്. വാവ്, അടിപൊളിയായിട്ടല്ലോ. നൈസ്. അടുത്ത് വരുമ്പോഴാണ് കേട്ടോ ശരിക്കും ആ ഒരു എംബ്രോയിഡറിയുടെ ഫീൽ കിട്ടുന്നത്. പക്ഷെ ദൂരത്തെ കൂടെ ശരിക്കും അത് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫീലിങ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ ഒരു മെഷീനിൽ എംബ്രോയിഡറി ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഫ്രെയിം ആക്കി സെറ്റാക്കി വെക്കാം. ഇനി ഇവരുടെ ബ്രൗഷറിനെ കുറിച്ച് സംസാരിക്കാം. ഇതാണ്. അപ്പോൾ ഇവിടെ ഒരു മെഷീനേ ഉള്ളൂ. ഇത് കൂടാണ്ട് ഇവിടെ എത്ര തരം മെഷീൻസ് വരുന്നുണ്ട്? 3 മോഡൽസ്. ഇതാ ഇവരുടെ ബ്രൗഷർ. അതിലിപ്പോ ഈ കാണുന്ന 20x32 C body machine, 20x32 double head machine, 20x48 ഫ്യൂച്ചർ മോഡൽ. അപ്പൊ ഈ 20x32 എന്ന് പറയുന്നത് ഈ സ്ക്രീനിന്റെ അളവാണ് ഈ കാണുന്നത്. അപ്പൊ ഇത് 20, ഇവിടെ നിങ്ങളുടെ 32 അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇത് ഫ്യൂച്ചർ മോഡൽ എന്ന് പറയുമ്പോൾ ഇതിൽ വരുമ്പോ കുറച്ച് 48 വലുത് വരും. അപ്പൊ വല്ല സാരീസോ അല്ലെങ്കിൽ അങ്ങനെ വലിയ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ. ഇനി ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം, എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുട്ടിക്ക് നടത്തുന്ന ആൾക്കാരാണെങ്കിൽ, ഒരു വീട്ടമ്മമാര് അങ്ങനത്തെ ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു സിംഗിൾ മെഷീൻ ധാരാളം. ഇനിയിപ്പോൾ ഇത് കൂടാണ്ട് ഡബിൾ ഹെഡ് മെഷീനും വരുന്നുണ്ട്. ഇതാ ഈ ഡബിൾ ഹെഡ് മെഷീൻ്റെയും ഫ്രെയിം സൈസ് ഒക്കെ സെയിം തന്നെയായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ് എ ടൈം ഇത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു 1 hour ആണ് ഇതിൽ കൊടുക്കുന്നത് വെച്ചാൽ അതൊരു അരമണിക്കൂർ കൊണ്ട് ആ പരിപാടി തീർക്കും. കാരണം അതിൽ ഡബിൾ ഹെഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്ലൗസിൻ്റെ സ്ലീവ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു സ്ലീവ് ഇപ്പോൾ അറ്റ് എ ടൈം നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഡബിൾ ഹെഡ് ആണെങ്കിൽ നമുക്ക് അറ്റ് എ ടൈം 2 സ്ലീവിന് ഒരുമിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പോൾ ഇതിൽ ഇത് കാർഡ് ഇത് ഫ്രീ ആണെന്ന് പറഞ്ഞല്ലോ. ഇത് ഫ്രീ. ഇത് കൂടാണ്ട് എന്താണ് വേറെ? ഇത് കൂടാതെ നമുക്ക് ത്രെഡ് ഫ്രീ കൊടുക്കുന്നുണ്ട്. 15 കളേഴ്സ് ഡിഫറെന്റ് ത്രെഡ്സ്. UPS ഒന്ന് കൊടുക്കുന്നുണ്ട്. UPS പാക്കപ്പ്. നെക്സ്റ്റ് ഫോം റോൾ. ഇത് ഫോം റോൾസ് ഇത് കൊടുക്കുന്നുണ്ട്. 5 kg. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു മെഷീൻ മേടിക്കുമ്പോൾ ഇതിന്റെ കൂടെ കിട്ടുന്നത് പെൻ ഡ്രൈവ്, അത് കൂടാണ്ട് ക്യാൻവാസിന്റെ റോള് 5 kg. ഇത് കൂടാണ്ട് പിന്നെ ത്രെഡ് ഫ്രീ ഡെലിവറി. ത്രെഡുകൾ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന കളേഴ്സിൽ ഇതിൽ നമുക്ക് 13 to 15 കളേഴ്സ് നമുക്ക് ഇതിൽ ഫ്രീ ആയിട്ട് കിട്ടും. അത് കൂടാണ്ട് പിന്നെ ചെറിയ എന്തൊക്കെയോ കിട്ടും. രണ്ടാണ്. ഇതിൽ ജെറിയുടെ ത്രെഡ് നമുക്ക് കോഡിങ്ങിനൊക്കെ ആവശ്യമായിട്ടുള്ളത്, കുറച്ച് കട്ടിയുള്ള നൂല് ടൈപ്പ് ആയിട്ട് അങ്ങനത്തെ ഉള്ളത് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും. ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ. നമ്മൾ ഈ മെഷീൻ മേടിക്കുമ്പോൾ അതിന് കൂടെ കിട്ടും. പിന്നെ എന്താന്ന് പറഞ്ഞാൽ പിന്നെ UPS അപ്പൊ അതും ഇതിന്റെ കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഫ്രീ ആണ് ഇതിന് കൂടെ. പിന്നെ ഇത് കൂടാണ്ട് മെയിൻ എന്ന് പറയുന്നത് സർവീസ് ഫ്രീ ആണ്, ഫ്രീ ഡെലിവറി ആണ്. 1 year ഫ്രീ സർവീസ്, 1 year വാറണ്ടി, ഫ്രീ ഡെലിവറി, ഫ്രീ ഇൻസ്റ്റാളേഷൻ, ഫ്രീ ട്രെയിനിങ് 2 days. ഒക്കെ ഫ്രീ ആണ്. 2 days ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ആ സ്ഥലത്തിലേ പോയി പറഞ്ഞു കൊടുക്കാം. നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് വെച്ചാൽ ആ സ്ഥലത്ത് വന്നിട്ട് നമുക്ക് ട്രെയിൻ ചെയ്ത്. അപ്പൊ നമുക്ക് അറിയാത്ത ഒരാളാണെങ്കിൽ ഇതിനെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ 2 ദിവസം നമുക്ക് വേണ്ടി നമ്മുടെ എവിടെ സ്ഥലം, ഇപ്പോൾ ഓഫീസിലാണോ വീട്ടിലാണോ എവിടെയാണെന്ന് വെച്ചാൽ അവർ വന്നിട്ട് നമുക്ക് വേണ്ടി ട്രെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പോൾ 2 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല, 1 ദിവസം കൂടുതൽ എക്സ്ട്രാ ആയാലും അതെന്തായാലും പഠിപ്പിച്ചിട്ടേ അവർ പോവുള്ളൂ ഇവിടുന്ന് അല്ലേ? അപ്പൊ ഇത് ബ്രാഞ്ചസ് വരുന്നത് ഇപ്പോൾ ഹൈദരാബാദ് അവിടെ വരെയൊക്കെ. ഇപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ എത്ര ഡേയ്സിന്റെ ഉള്ളിൽ? 8 days
അവിടേക്ക് എത്തും. നമ്മുടെ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്തും. പിന്നെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്രയാണ്? സ്റ്റാർട്ടിംഗ് റേറ്റ് 3,70,000 to 5 lakh മാത്രമുണ്ട്. എന്ന് വെച്ചാൽ ഒരു 4,000 പിടിച്ചോ, അല്ല 4,000 അല്ല 4 lakh പിടിച്ചോ. 4 lakh തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഫ്രീ ഡെലിവറി, ഫ്രീ സർവീസ് എല്ലാം ഫ്രീ ആണ്. മെഷീൻ്റെ റേറ്റ് മാത്രം കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ എംബ്രോയിഡറിയുടെ ഒരു മെഷീനാണ് വരുന്നത്. ഇനി ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ് വരുന്നത്? എക്സാക്ട് ലൊക്കേഷൻ ഗാന്ധിപുരം 2 kilometer, സായിബാബ കോളനി, NSR റോഡ്. ഞാൻ ഗാന്ധിനഗർ എന്നങ്ങടെ പറഞ്ഞ, ഗാന്ധിനഗറല്ല ഗാന്ധിപുരമാണ്. ഗാന്ധിപുരം ഫസ്റ്റ് ഇൻട്രോയില് ഞാൻ പറഞ്ഞത് ഗാന്ധിനഗറല്ല ഗാന്ധിപുരമാണ്. അവിടെ നിന്ന് 2 kilometer ഡിസ്റ്റൻസിലാണ് ഈ സായിബാബ കോളനി, NSR റോഡ്, വേലൻ കഫി ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പൊ ഇത് കോയമ്പത്തൂരാണെന്ന് വിചാരിച്ച്, തമിഴ്നാടാണെന്ന് വിചാരിച്ച് ഇനി മലയാളം നമുക്ക് തമിഴ് അറിയില്ല സംസാരിക്കാൻ. അപ്പൊ മലയാളം സംസാരിക്കാനായിട്ട് ഇവിടെ സ്റ്റാഫ് ഉണ്ട് കേട്ടോ. നമ്മുടെ സാറുണ്ട്. സാർ പ്ലീസ് സാർ മലയാളമാണ് കേട്ടോ, മലയാളിയാണ്. ഞാൻ ഇതൊന്ന് എടുത്തോട്ടെ, ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തോട്ടെ. അപ്പോൾ സാർ മലയാളിയാണ്? എവിടെ താമസിക്കണേ? താമസം ഇവിടെ തന്നെ കോയമ്പത്തൂരാണ്. ശരിക്കുള്ള നാട്? സ്വന്തം നാട് കേരളം, പാലക്കാടാണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കുറിച്ചിട്ട് ഇനി കുറച്ച് ഡീറ്റെയിൽസ് പറയൂ. എവിടെയാ സ്ഥലം വരുന്നത്, എങ്ങനെയാണ് ഈ മെഷീൻസ് ഒക്കെ മേടിക്കുമ്പോൾ എങ്ങനെയാണെന്ന് ഡീറ്റെയിൽസ്? സ്ഥലം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പാലക്കാട് നിന്ന് വരികയാണെങ്കിൽ സ്ട്രൈറ്റ് ഗാന്ധിപുരം സ്ട്രൈറ്റ് വരാൻ പറ്റും. അവിടെ നിന്ന് ഒരു 2 kilometers ഇവിടെ വരാൻ പറ്റും. ഇത് വന്നിട്ട് സായിബാബ കോളനി. ഇവിടെ വന്നിട്ട് കഴിഞ്ഞാൽ വേലൻ കഫേയുടെ മേലെയാണ് ഇതുള്ളത്. പിന്നെ ഇത് കാണുന്നത് ചെറിയൊരു സ്പേസ് ആണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ സ്റ്റോക്കും കാര്യങ്ങളൊന്നും ഇരിക്കുന്നില്ല. നമ്മളിപ്പോ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7 days 8 days നമുക്ക് എത്തിക്കാം. എവിടേക്ക് എത്തിക്കണം? നമ്മൾ എവിടെയാ നിൽക്കുന്നത് വെച്ചാൽ അവിടേക്ക് എത്തിച്ചു തരും. ഇവരെ മെയിൻ ആയിട്ട് സ്റ്റോക്ക് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ബാംഗ്ലൂർ ആണ്. മെയിൻ ഹെഡ് ബാംഗ്ലൂരാന്ന് തോന്നുന്നുണ്ടല്ലേ? മെയിൻ ഹൈദരാബാദാണ്. അപ്പൊ നമുക്ക് സ്ഥാനങ്ങൾ വരുന്നത് ഹൈദരാബാദിൽ അവിടെ നിന്നാണ് വരുന്നത്. സ്റ്റോക്ക് ഉണ്ടാവും അവിടെ, ബാംഗ്ലൂർ സ്റ്റോക്ക് വെച്ചിട്ടുണ്ടാവും. നമുക്ക് അത്യാവശ്യം ഉള്ളതൊക്കെ അവിടെ ഉണ്ടാവും. പിന്നെ കൂടുതൽ നമുക്ക് ഫ്യൂച്ചേഴ്സ് മോഡൽ ഡബിൾ ഹെഡ് ഇങ്ങനത്തെ ഒക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ഇത് ഡിസ്പ്ലേ മാത്രമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഇത് ഡിസ്പ്ലേ കൂടാണ്ട് നിങ്ങൾക്ക് ഫ്രഷ് പീസ് നിങ്ങളുടെ ഏതാ സ്ഥലത്തെന്ന് വെച്ചാൽ അവിടെ എത്തിച്ചു തരുന്നതായിരിക്കും. അത് കൂടാണ്ട് ഡബിൾ ഹെഡ്, ഈ ഡബിൾ ഹെഡും സിംഗിൾ ഹെഡും തമ്മിലുള്ള വ്യത്യാസം? ഡബിൾ ഹെഡ് ആകുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ ഇപ്പോൾ 2 സ്ലീവ് ഒരുമിച്ചടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. സിംഗിൾ ഹെഡ് ആകുമ്പോൾ ഓരോന്നും എടുക്കാനും നമുക്ക് സമയം 1 മണിക്കൂർ, ഇതിന് 1 മണിക്കൂർ, അതിന് 1 മണിക്കൂർ, പിന്നെ ഫ്രണ്ടിന് ബാക്കിന് ഇങ്ങനെ ആകെ 2-3 മണിക്കൂർ പിടിക്കും. അപ്പോൾ ഡബിൾ ഹെഡ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് 2-3 മണിക്കൂറിൽ ചെയ്യുന്ന പണി 1 മണിക്കൂറിൽ തീരും. ഇനിയിപ്പോ ഈ സിംഗിൾ ഹെഡ് മേടിക്കണത് സാധാരണക്കാർക്കും അതുപോലെ എങ്ങനെയൊക്കെ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഇത് മെയിൻ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് എല്ലാം സെറ്റ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി നോക്കി ഫുള്ള് നമുക്ക് പണി ചെയ്യാൻ പറ്റും. ഇതിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കളർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മെഷീൻ ഓൺ ചെയ്തിട്ട് പോയി അവിടെ എന്ത് ജോലി വേണമെങ്കിലും എടുക്കാം. ഒരു സെറ്റ് ചെയ്യണ ഒരു വലിയൊരു മൊബൈലാണ് കേട്ടോ നമ്മുടെ. ഇതിൽ ഫുൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനി കുട്ടികളെ നോക്കിയാൽ വീട്ടിൽ കിച്ചണിൽ പണികൾ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് എന്തെങ്കിലും പർച്ചേസിങ്ങിന് പോവുക, അങ്ങനത്തെ എല്ലാ ആവശ്യങ്ങളും നടന്ന് തിരിച്ചു വരുമ്പോഴേക്കും ഈ ഒരു മെഷീനിൽ ഈ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. ഡ്രിമ്മിംഗ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഡ്രിം ആയി കഴിയും. നമുക്ക് കയ്യിൽ വെട്ടേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിക്കാതിരിക്കുന്നു, ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഈ ഒരു വർക്ക് കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചെറിയൊരു ഡാമേജ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരാണെങ്കിൽ ഇതെങ്ങനെയാ നമ്മൾ വന്ന് നിർത്തണം? എങ്ങനെയാ സംഭവം? വന്നു ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ നൂല് ഇവിടെ കട്ട് ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് മെഷീൻ സ്റ്റോപ്പ് ആവും. ലൈറ്റ് വേറെ റെഡ് ലൈറ്റ് കത്തും. ഓക്കെ, ഇവിടെ ഈ ഗ്രീൻ കത്തുന്നിടത്ത് റെഡ് ആയി മാറും. ഓക്കെ, അപ്പൊ നമ്മൾ എവിടേക്കെങ്കിലും പുറത്തേക്ക് പോയി വരാണെങ്കിൽ എന്തെങ്കിലും ഇതിൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെ വർക്കായി ഓട്ടോമാറ്റിക് ട്രിം ആയി അല്ലേ? അത് ഇതാ കണ്ടോ, അത് ഓട്ടോമാറ്റിക് കട്ട് ആവുന്നുണ്ടോ? നൂലൊന്നും ഇവിടെ കയറി ഒരു നോക്കുമ്പോൾ ഒരു വൃത്തികേടായിട്ട് തോന്നില്ല ഓട്ടോമാറ്റിക് ട്രിം ആവുമ്പോൾ. അപ്പൊ ഡാമേജ് കാര്യങ്ങൾ അതിനൊന്നും ഒരു പ്രശ്നം ഡാമേജ് മാക്സിമം വരില്ല. അപ്പൊ നമ്മൾക്കിപ്പോ ധൈര്യമായിട്ട് നമ്മുടെ കസ്റ്റമർ കയ്യിൽ നിന്ന് മേടിക്കായാലും തുണി കംപ്ലൈന്റ് വരില്ല. അങ്ങനത്തെ ഡാമേജ് ആകുമ്പോൾ നമ്മൾ പിന്നെ തുണിയുടെ പൈസ ആ കസ്റ്റമറിന് കൊടുക്കണമല്ലോ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. അതിനാണ് മെയിൻ നമുക്ക് ക്യാൻവാസ് ഉപയോഗിക്കുന്നത്. ഇതുണ്ടെങ്കിൽ കൂടുതൽ ഡാമേജ് വരത്തില്ല. അപ്പൊ ക്യാൻവാസ് അടിയിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി പെർഫെക്ഷനിലും നല്ല ഇതിലും കിട്ടും. ഇതിലിപ്പോ ക്യാൻവാസ് വെച്ചിട്ടുണ്ടാവും അല്ലേ? വെച്ചിട്ടുണ്ടാവും. ഇത് നമുക്ക് ആവശ്യമാണെങ്കിൽ വെച്ച് കൊടുക്കാം, ആവശ്യമില്ലെങ്കിൽ ക്യാൻവാസ് വേണ്ട. കൂടുതൽ തിക്നെസ് ആയിട്ടുണ്ടാവും, ചിലവർക്ക് ഫീൽ ചെയ്യും.
ഒരതെന്ന് പറഞ്ഞിട്ട് അത് കാരണം അത് വെക്കാണ്ട് ഇല്ലാത്തവരും ചോദിക്കും, വേണമെന്ന് പറയുന്നവർക്കും വെച്ച് കൊടുക്കും. ഇനി ഇത് കൂടാണ്ട് ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവം കൂടി ഉണ്ട്. താങ്ക് യു. ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഇത്. ഇത് മൊത്തം ബുക്ക്ലെറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. എങ്ങനെയാണ് ഇത്? ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി കൊടുത്തോട്ടെ, കുത്തട്ടെ. ഇതാ ഇപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് കുറെ ഫ്രീ കാര്യങ്ങൾ പറഞ്ഞു. ഇത് കൂടാണ്ട് ഇത് എന്താ സംഭവം വരുന്നത്? ഇത് കാറ്റലോഗ് ബുക്ക്ലെറ്റ് ഡിസൈനിന്റെ കാറ്റലോഗ് ആണ്. അതിന് മുന്നേതാ RRR. ഇത് ബാംഗ്ലൂർത്തെ ആണ് കേട്ടോ കാണിക്കുന്ന അഡ്രസ്സ്. ബാംഗ്ലൂർ വേണമെങ്കിൽ വെച്ചാൽ ബാംഗ്ലൂർ അഡ്രസ് ആണ് ഈ കാണുന്നത്. ഇത് കൂടാണ്ട് ഇത് ചെന്നൈ അഡ്രസ് ആണല്ലോ ഇത് വരുന്നത്. ഇത് ബാംഗ്ലൂർ, ഇത് ചെന്നൈ, ഇത് ചെന്നൈ, ഇത് ബാംഗ്ലൂർ കേട്ടോ. അഡ്രസ്സും ഉണ്ട്, ഫോൺ നമ്പറും ഉണ്ട്, ആർക്ക് വേണമെങ്കിലും നോട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ എത്ര ഡിസൈൻസ് വരും ടോട്ടൽ? 150 1 ബുക്കിൽ 150 ഇത് 150. ഇതിലേക്ക് 200, ഇതിൽ 2000, ഇതിലേക്ക് 500. അപ്പോൾ ടോട്ടൽ 3800 ഡിസൈൻസ് ഈ ഒരു കാറ്റലോഗിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇതാ പലതരം ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡിസൈൻസ് നമുക്ക് ചൂസ് ചെയ്തിട്ട് അത് നമുക്ക് പെൻഡ്രൈവിൽ ആക്കിയിട്ട് നമുക്കത് ഡിസൈൻസ് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ബ്ലൗസിൻ്റെ നെക്കും കാര്യങ്ങളുടെ ഡിസൈൻസ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു കസ്റ്റമർ വരാണെങ്കിൽ കസ്റ്റമറിന് പറഞ്ഞു കൊടുക്കാം അതാ ഈ ബ്ലൗസിന് ഇങ്ങനത്തെ ഡിസൈൻ ആണോ വേണ്ടത്. അപ്പോൾ അവർ അത് ചൂസ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് ബ്ലൗസ് ആകുമ്പോൾ ഇനിയിപ്പോൾ സാരീസ് വേണമെങ്കിൽ സാരീസിന് ചെയ്യാം. ഇതും ബ്ലൗസിൻ്റെ നെക്കിൻ്റെ ഡിസൈൻസ് ഒക്കെ അല്ലേ, അടിപൊളി കേട്ടോ. അപ്പോൾ ഇതിൽ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന നമ്പർ. പിന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമ്മുടെ ടൂൾ കിറ്റ്, ഞങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മേക്കപ്പ് ബോക്സ് ടൂൾ കിറ്റ് കേട്ടോ. അപ്പോൾ ഈ ടൂൾ കിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യം വരും ഇങ്ങനെ റിപ്പയർ ചെയ്യാൻ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരും ഈ ഒരു സംഭവം ചെയ്യാനായിട്ട്. അത് നമുക്ക് അപ്പോൾ ഏതോ മെയിൻ്റനൻസ് വർക്കൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടൂൾ ബോക്സ് ആണ്. അപ്പോൾ എല്ലാം കംപ്ലൈന്റ് കാര്യങ്ങളോ ഡാമേജ് അങ്ങനെ എന്തെങ്കിലും അവിടെ കിട്ടും. നിങ്ങൾ ഡയറക്റ്റ് പോകും വന്നിട്ട് നിങ്ങൾ സർവീസ് ഒക്കെ ചെയ്യും. സർവീസ് 24/7 എപ്പോൾ വിളിച്ചാലും. പിന്നെ പെട്ടെന്നാണ് കേട്ടോ ഇവരെ സർവീസ് കാര്യങ്ങളൊക്കെ. നമ്മൾ പെട്ടെന്ന് വിളിക്കുമ്പോൾ തന്നെ അപ്പം തന്നെ വേഗം ആൾക്കാർ വന്നിട്ട് വേഗം സർവീസ് കാര്യങ്ങളൊക്കെ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റമേഴ്സിനോട് നമ്മൾ ഡീൽ ചെയ്യണതാണ്. അപ്പോൾ അവർക്ക് ഡിലേ വരാൻ പാടില്ല. അപ്പോൾ ഇതിൽ ഈ ടൂൾസിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഇത് ടൂൾസിൽ ഹെല്ലൻ കീ സെറ്റ്, ബാബിൻ കേസ് 10, നെക്സ്റ്റ് 10 mm സ്പാനർ, നീഡിൽ ഒരു 10 നീഡിൽസ്, നെക്സ്റ്റ് അതെ. അപ്പോൾ അതാണ് ടൂൾ ബോക്സ്. അപ്പോൾ ഇതിന് കൂടെ കിട്ടുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നുകൂടി പറഞ്ഞേ. UPS 1, നെക്സ്റ്റ് ഫോം റോൾസ് 3000 ഡിസൈൻസ്, അടുത്തത് ത്രെഡ്സ് 15, ഫോം റോൾസ്, ക്യാൻവാസ്, ഫ്രീ ഡെലിവറി, ഫ്രീ ട്രെയിനിങ്, ഫ്രീ ഇൻസ്റ്റാളേഷൻ, ഫ്രീ സർവീസ്, 1 year ഫ്രീ സർവീസ്. എല്ലാം ഫ്രീ മൊത്തത്തിൽ അങ്ങോട്ട് ഫ്രീ ആണ് കേട്ടോ. മെഷീൻ്റെ പൈസ മാത്രം കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി ഒന്നും പറയാല്ലേ, നിങ്ങൾ നേരിട്ട് വന്നു. സ്ക്രീനിൽ നമ്പർ ഉണ്ട് കേട്ടോ, ആ നമ്പറിൽ വിളിച്ച്. പിന്നെ ഈ ബോക്സിൽ ഇരിക്കുന്ന സംഭവം എന്താ? ത്രെഡ്സ് ഇങ്ങനെയാണോ നമുക്ക് കിട്ടുന്നത്? അങ്ങനെ കിട്ടും. ഇത് ഓക്കെ. അപ്പൊ ഇതിൽ എങ്ങനെയാ ഈ കളേഴ്സ് എങ്ങനെയാ നമ്മൾ ചൂസ് ചെയ്യണം? ഇപ്പൊ 13 കളേഴ്സ് 12 കളേഴ്സ് കാറ്റലോഗ് ഉണ്ട്. അതെ, അതൊക്കെ തപ്പാൻ പോണ്. ആ കാറ്റലോഗ് ഉണ്ട്. ആ കാറ്റലോഗ് ത്രൂ ആണ്. കളേഴ്സ് എല്ലാം കളേഴ്സ് ഒരുവിധം ഉണ്ട് അല്ലേ ഇവിടെ? ഇതാ അതെ വരണുള്ളൂ സംഭവം. കണ്ട നൂലിന്റെ നൂലിന്റെ കളേഴ്സ് ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പൊ നമുക്ക് മെഷീൻ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 12 കളേഴ്സ് കൂടാണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നൂല് ആവശ്യമുണ്ടാവുമല്ലോ. ആ നൂല് വരെ നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ കൊറിയർ അയച്ചു തരും. അടുത്ത പ്രാവശ്യം നമ്മൾ മേടിക്കുമ്പോ ഭയങ്കര ഹോണ്ട ശബ്ദം. അടുത്ത പ്രാവശ്യം നമ്മൾ നൂലിന്റെ ശബ്ദം അടുത്ത പ്രാവശ്യം നമ്മൾ നൂല് മേടിക്കുമ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് പേ ചെയ്യേണ്ടി വരും. പക്ഷെ ഫസ്റ്റ് ടൈം മെഷീൻ മേടിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഫ്രീ ആണ്. അപ്പൊ അതിൽ നൂലിന്റെ എത്ര രൂപയാണ്, എന്താ ഡീറ്റെയിൽസ്, ഏതൊക്കെ കളറാണെന്ന് പിടിച്ചേ. ഇത്ര കളർ ഓപ്ഷൻസ് ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്. നൂലിന് മാത്രം കേട്ടോ. അതിൽ തന്നെ എത്ര വേരിയേഷൻസ് ഉണ്ട്. ഏത് കളർ ചോദിച്ചാലും ഉണ്ട്. ഇനിയിപ്പോൾ ഇത് എല്ലാ കളർ വേണമെങ്കിൽ അതൊക്കെ മേടിച്ച് വയ്ക്കണം. കാരണം ഒരു കസ്റ്റമർക്ക് എന്താ കളർ ആവശ്യം വരാമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇവർ കൊറിയർ അയച്ചു തരും കേട്ടോ. നമുക്ക് സെറിയുടെ വേണോ, ത്രെഡിൻ്റെ വേണോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ ക്യാൻവാസ് വേണോ, അങ്ങനെയൊക്കെ എല്ലാം കൊറിയർ. അപ്പോൾ ഒന്നിനും ഇനി പുറത്തേക്ക് പോകണ്ട. നമ്മളെ സ്വന്തമായിട്ടുള്ള ഒരു
ബിസിനസ് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പൊ പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഒരു എംബ്രോയിഡറി മെഷീൻ വെച്ചിട്ട് ഒരു തുടക്കം എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു തുടക്കം ഇതിൽ നിന്ന് ആവുകയാണെങ്കിൽ നല്ലൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടൂല. നല്ല ഒരു നമുക്ക് അധികം ടൈം വേണ്ട, പക്ഷെ നമുക്ക് ഒരു ഡിസൈനൊക്കെ ചെയ്യണമെങ്കിൽ 1500 2000 വരെ നമുക്ക് കിട്ടൂല. സാറിന് എന്താ പറയാ? അതല്ല, നമുക്ക് സാറിന് എന്താ പറയാ, ഒരു വീട്ടമ്മമാർക്ക് എങ്ങനെയാണ് ഇതിന് ബെനിഫിറ്റ് കിട്ടുക? വീട്ടമ്മമാർക്കാണെങ്കിൽ ഇതിൽ പെർ ഡേ നമുക്ക് 2000 രൂപയ്ക്ക് വരെയും എടുക്കാൻ പറ്റും. 2000-3000 രൂപ വരെ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും ഒരു ദിവസം. അതല്ലാണ്ട് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ എല്ലാ ഹോട്ടൽസ് എല്ലാ സ്ഥലത്തും ഇപ്പോൾ യൂണിഫോമാണ് മാക്സിമം ചെയ്യുന്നത്. അവർക്കും ലോഗോ ബാക്കിലത്തെ www. അതൊക്കെ ചോദിക്കും അവരുടെ വെബ്സൈറ്റൊക്കെ. അതും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. യൂണിഫോം ആണെങ്കിൽ നമുക്ക് 10 പീസ് 20 പീസാണ് ഓരോ ഹോട്ടലിലേക്ക് വരിക. അത് നമുക്ക് സിമ്പിളായിട്ട് ഇതിലേക്ക് എടുത്ത് ചെയ്യാൻ പറ്റും. പറഞ്ഞപ്പോഴാണ് കേട്ടോ, ലോഗോനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇതും കൂടി ഇതിന്റെ കൂടെ ഫ്രീ ഉണ്ട് കേട്ടോ. ഇതെന്താ പറയാണ്ടിരുന്നത്? ഇതും കൂടെ ഇതിന്റെ കൂടെ ഫ്രീ ആണ്. 5 സെറ്റിന്റെ ഒരു ഫ്രെയിമാണ് വരുന്നത് കേട്ടോ. ആ ലോഗോനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനിത് ഓർത്തത്. ചെറിയ ലോഗോ ആണെങ്കിൽ നമുക്ക് ചെറിയ സൈസ് ഇതാ, ഇത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഇതിങ്ങനെ പാക്കാണ് നമുക്ക് കിട്ടാം. പക്ഷെ ഇതിന്റെ പാക്ക് പൊട്ടിച്ച് വെച്ചേക്കണത്, ഇതിനെ കുറിച്ച് പറയൂ. ഇത് ലോഗോ ഒക്കെ ചെയ്യണമെങ്കിൽ ഇത് സൈസ് ഉണ്ട്. ഇത് 12 സൈസ്, സോറി ഇത് 9 സൈസ്, ഇത് 12, ഇത് 15, ഇത് 21. ഈ സൈസിലൊക്കെ നമുക്ക് ലോഗോ ചെയ്യാൻ പറ്റും. ഇതിൽ വന്നിട്ട് ബാക്കിൽ വരുന്ന www വെബ്സൈറ്റ് അഡ്രസ് ഒക്കെ ചില ഹോട്ടൽസ് ഒക്കെ ഇടും. അത് ചെയ്യാൻ പറ്റും. അവരുടെ ഇമെയിൽ ഐ ഡി, വെബ്സൈറ്റ് അത് നമുക്ക് ഇതിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ ലോഗോ സെറ്റ് ചെയ്യാൻ ടീഷർട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഇത്. അപ്പൊ ഇങ്ങനെ ഒരു ഫ്രെയിമും ഇതിന്റെ കൂടെ വരുന്നത്. അപ്പൊ ഫ്രീ ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഒന്നുകൂടി പറയാണ്, മെഷീൻ അപ്പൊ ഈ ഡബിൾ ഹെഡ് കിട്ടുമ്പോ അതിലും ഈ ഇതൊക്കെ ഫ്രീ. അതിലാവുമ്പോ ഇത് നമുക്ക് കുറച്ച് ബെനിഫിറ്റ് ആയിരിക്കും. ഡബിൾ രണ്ടായിട്ട് നമുക്ക് അടിച്ചടിച്ചെടുക്കാൻ പറ്റും. എന്താന്ന് വെച്ചാൽ യൂണിഫോം നമുക്ക് 20 സെറ്റ് 30 സെറ്റ് ഒക്കെയാണ് വരിക. അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് ഡബിൾ ഹെഡ് ആകുമ്പോൾ എടുത്ത് നമുക്ക് പെട്ടെന്ന് ഇതിലായാലും ഇതൊക്കെ ഫ്രീ അല്ലേ? അതിലൊന്നും മാറ്റില്ലല്ലോ. അതില് ഡബിൾ ആയിട്ട് ഇതിൽ സിംഗിൾ ആയിട്ട് അത്ര വ്യത്യാസമില്ലല്ലോ. പിന്നെ ഇത് കൂടാണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. ഇപ്പൊ ഇതൊരു കാണുന്നത് സിംഗിൾ മെഷീൻ ആണ്. പക്ഷെ ഇത് കൂടാണ്ട് നമുക്ക് ഈ പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്, എംബ്രോയിഡറി കൂടാണ്ട് ഇതിന്റെ ഇടയിൽ മുത്തും സീക്വൻസ് വർക്ക് ഇതൊക്കെ ആവശ്യമുണ്ട്. അതൊക്കെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുമല്ലോ, ഡിവൈസ് ആഡ് ചെയ്യാൻ പറ്റില്ല. പറയാനുള്ളത് ഇതില് ഡിവൈസ് സെപ്പറേറ്റ് ആയിട്ട് അവർ തരും. അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ? ഡിവൈസ് வந்து സെപ്പറേറ്റ് പ്രൈസ് ആണ്. പ്രൈസ് ഫ്രീ അല്ല അത് കേട്ടോ, അത് ഫ്രീ അല്ല. അത് ഇത് എങ്ങനെ സംഭവം എന്ന് വെച്ചാൽ ഇത് സാധാരണ ഒരു എംബ്രോയിഡറി മെഷീൻ ആണ്. ഇനി ഇത് കൂടാതെ നമുക്ക് ഇവിടെ അഡീഷൻ ആയിട്ട് ഈ സ്വീക്വൻസ് വർക്ക് ഒക്കെ കണ്ടിട്ടില്ലേ, തിളങ്ങണത്, അതുപോലെ തന്നെ ബീഡ് വർക്ക്സ്, ഇതിനൊക്കെ സെപ്പറേറ്റ് ഡിവൈസ് ആണ്. ഈ ഡിവൈസ് നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഡിസൈൻ സെറ്റ് ചെയ്തിട്ട് അടിക്കാൻ പറ്റും. അപ്പൊ അതിൽ എംബ്രോയിഡറി പ്ലസ് സ്വീക്വൻസ് പ്ലസ് ബീഡ് വർക്ക് ഇത് മൂന്നും നമുക്ക് ഒരുമിച്ച് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനൊന്നും കൈകൊണ്ട് ഇങ്ങനെ ബീഡ് വർക്ക് ചെയ്ത് തുന്നേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിന് സെപ്പറേറ്റ് റേറ്റ് ആണ്. ഈ റേറ്റിലെല്ലാം ഒതുങ്ങുന്നത്. അത് സെപ്പറേറ്റ് ഡിവൈസ് ആണ്, അതും കൂടി എടുത്ത് പറയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോത്തെ വിശേഷം. അപ്പോൾ എല്ലാം ഫ്രീ ആണ്. മെഷീൻ്റെ പൈസ ഒഴിച്ച് ബാക്കിയെല്ലാം ഫ്രീ ആണ്. ടൂൾസ് ഫ്രീ ആണ്, ഫ്രെയിം ഫ്രീ ആണ്, ത്രെഡ് ഫ്രീ ആണ്, സെറി ത്രെഡ് ഫ്രീ ആണ്, ക്യാൻവാസ് ഫ്രീ ആണ്, കാറ്റലോഗ് ഫ്രീ ആണ്, പെൻഡ്രൈവ് ഫ്രീ ആണ്, എല്ലാം ഫ്രീ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോത്തെ വിശേഷം. RRR റൈറ്റ് റിയൽ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.